ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നാർസിസ്റ്റിക് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ രണ്ട് മുഖം കാണിക്കും. ചില സമയത്ത് ഇവർ ഏറ്റവും മോശം മുഖം, ചില സമയത്ത് ഏറ്റവും നല്ല മുഖം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ മുമ്പിൽ വരികയാണെങ്കിൽ അവർ ഏറ്റവും നല്ല മുഖമായിരിക്കും കാണിക്കുക. പിന്നെ ക്രിറ്റിസിസം, ഇവരെ എന്തെങ്കിലും ആക്ഷേപിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ കുറ്റങ്ങൾ പറയുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരാം. അതുവരെയൊക്കെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ ഏറ്റവും നല്ല ഇമേജ് ഭയങ്കര സംഭവമായിട്ട് കണക്കാക്കുന്നവരായിരിക്കും ഇവർ. ഇവരുടെ യഥാർത്ഥ മുഖം ആർക്കും അറിയില്ല. മിക്കപ്പോഴും ഇവരുടെ യഥാർത്ഥ മുഖം അറിയുന്നത് ഇവരുടെ വീട്ടുകാർക്കായിരിക്കും. അങ്ങനെ ഏതും ആവട്ടെ, ചില ഘട്ടങ്ങളിൽ ഗത്യന്തരമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നാർസിസ്റ്റിക് ആയ ആൾക്കാർ വിട്ടിട്ട് അവരെ അതായത് ഭാര്യയോ മക്കളോ ആരോ അവരെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ വിട്ടുപോകും. അങ്ങനെ വിട്ടു പോകുന്ന സമയത്ത് ഇവർക്കത് താങ്ങാൻ പറ്റില്ല. കാരണം അവരെ അവഗണിക്കാൻ പാടില്ല. അപ്പോൾ അവർ അവഗണിച്ചാൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അവരെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ അവരെ സർക്കിളിലേക്ക് അവരേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ പേരാണ് ഹൂവറിങ് ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ അതിനൊരുപാട് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. അതായത് ഒരു നാർസിസ്റ്റിക് ആയ ആൾക്കാർ അയാളുടെ സർക്കിളിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് അയാളുടെ ഭാര്യ അങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതിനാണ് ഹൂവറിങ് ടെക്നിക്ക് എന്ന് പറയാം. അതിലൊരുപാട് ടെക്നിക്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഐ ലവ് യു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, നീ ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല, അപ്പോൾ എനിക്ക് അത്രയും നിന്നെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹത്തിൻ്റെ അളവുകളും മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. അങ്ങനെ തിരിച്ചു കൊണ്ടുവരും. അതൊരു ഘട്ടമാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട്, നിങ്ങൾക്കറിയാലോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമത്തിലൂടെ, കാരണം വിത്തൗട്ട് യു, നീ ഇല്ലാത്തൊരവസ്ഥ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉൾക്കൊള്ളാനോ എനിക്ക് ചിന്തിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരും. ഇതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടാണല്ലോ ഇവർ പോയിട്ടുണ്ടാവുക, ഈ വിക്ടിം. അപ്പോൾ അറിയും നീ മുമ്പത്തെ പോലെയല്ല, ഞാൻ മൊത്തം മാറിയിട്ടുണ്ട്, ഞാൻ മുമ്പത്തെ ആളെയല്ല, ഞാൻ എൻ്റെ ആ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ട്, ഞാൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല, നീ തിരിച്ചു വാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് മൂന്നാമത്തെ ടെക്നിക്ക്. നാലാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മോശമായ ടെക്നിക്കാണ്. നമ്മളെ പറ്റി വളരെ മോശമായ രീതിയിൽ ഗോസിപ്പ് പരത്തും. അങ്ങനെയാണ്, അവളെങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗോസിപ്പൊക്കെ കേട്ട് നമുക്ക് തലപെരുക്കും. ഈ ഗോസിപ്പൊക്കെ കേൾക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചയാളുടെ ജീവിതത്തിലേക്ക് പോകും. അതാണ് അടുത്ത ടെക്നിക്ക്. അത് കുറച്ച് വിശാലമായിട്ട് പറയാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് വിശാലമായിട്ട് തന്നെ പറയാം. അഞ്ചാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ത്രെട്ടണിങ് ആണ്. അതായത് ഭീഷണി മുഴക്കും. ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, നീ ഇല്ലെങ്കിൽ നിൻ്റെ പേര് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യും, അതോടെ നീ കുടുങ്ങുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് അടുത്ത ടെക്നിക്ക്. ആറാമത്തത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നൊരു കാര്യമാണ് യൂസ് ദെയർ ചിൽഡ്രൻ. അവരുടെ മക്കളുണ്ടാവില്ലേ, നീ മക്കളെ ഭാവി ആലോചിക്ക്, നമ്മളിങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മക്കളെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങൾക്ക് മക്കളെ പറ്റിയൊന്നും ആലോചനയില്ല എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഉപയോഗിച്ച് തന്ത്രം മനയും. അപ്പോൾ നമ്മളതിൽ വീഴും. തിരിച്ച് നമ്മളെന്താക്കും, മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വരും. അതാണ് ആറാമത്തെ ടെക്നിക്ക്. ഏഴാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോളജി, മാപ്പ് പറയും, ക്ഷമാപണം, സോറി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല, നീ എന്നോടൊന്ന് ക്ഷമിക്ക്, നീ അല്ലാതെ വേറെ ആരെന്നോട് ക്ഷമിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് മാക്സിമം കാല് വീണ് മാപ്പ് പറയും. അത് എല്ലാവരും ചെയ്യണമെന്നില്ല, ചില ആൾക്കാർ ഈ തന്ത്രം ഉപയോഗിക്കും. എട്ടാമത്താണ് പ്രൊമീസ്, വാക്ക് നൽകും. നീ എന്ത് പറയുന്നോ ആ കണ്ടീഷനൊക്കെ ഞാൻ സമ്മതിച്ചു, നിനക്ക് എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എട്ടാമത്തെ രീതിയിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ഒമ്പതാമത്തെ രീതിയാണ് ഏറ്റവും രസം. ഒരു പ്രാവശ്യം കൂടി എനിക്ക് അവസരം തരും. ഈ അവസരം കൊടുക്കുന്നത് 100ാമത്തെ പ്രാവശ്യമായിരിക്കും. അപ്പോഴും പറയുന്നത് ഒരു പ്രാവശ്യം കൂടി അവസരം തരും എന്ന് ചോദിച്ച് വീണ്ടും അവസരങ്ങൾ ചോദിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരും. ഇനി 9ാമത്തെ തന്ത്രം, അത് കുറച്ചും കൂടി വിശാലമാണ്, അത് പിന്നീട് വിശദമായിട്ട് പറയാം. ഫ്ലൈയിങ് മങ്കീസ്, ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അയക്കും. അങ്ങനെ അവരെ കൊണ്ട് തിരിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതാണ് 9ാമത്തെ ടെക്നിക്ക്. അതിനെപ്പറ്റി കുറച്ചും കൂടി വിശദമായിട്ട് ഫ്ലൈയിങ് മങ്കീസിനെ പറ്റി പറയുന്നുണ്ട്. ഏതായാലും ഈ ടെക്നിക്കിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ഹൂവറിങ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അത്രയും വലയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക.